സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകിച്ച് ഒരു മാസമായിട്ട് സോഷ്യൽ മീഡിയ ടേക്ക് ഡൗൺസ് എൻ്റെ കാര്യത്തിൽ പല ഓർഡേഴ്സ് ഉണ്ട്. ലാസ്റ്റ് വന്ന ഓർഡർ, അതായത് INB മിനിസ്ട്രി ആയിരുന്നു നേരത്തെ ഈ ഓർഡർ കൊടുക്കുന്നത്. ഒരു നോഡൽ മിനിസ്ട്രി INB മിനിസ്ട്രി ആയിരുന്നു, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ്. പിന്നെ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഹോം മിനിസ്ട്രിയും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും എനിക്ക് തോന്നുന്ന വേറെ 2-3 മിനിസ്ട്രിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ആ മിനിസ്ട്രിയിലിരിക്കുന്ന ഏത് സീനിയർ സർക്കാർ ഉദ്യോഗസ്ഥനും ഈ മാൻഡേറ്റ് നടപ്പിലാക്കേണ്ട ആൾക്കാർക്ക് തോന്നുകയാണ് ഇന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, യൂട്യൂബിലും അല്ലെങ്കിൽ എക്സിൽ, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, അത് ഞങ്ങൾക്ക് അഭികാമ്യമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നീക്കം ചെയ്യാൻ 3 മണിക്കൂറിനകം നീക്കം ചെയ്യാൻ വേണ്ടി ഓർഡർ എടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. എൻ്റെ പല സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ പറയുന്നത്, കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്നവർ പറയുന്നത് ഇതൊരു വലിയ തലവേദനയാണ്. മാത്രമല്ല അതിന് ഒരു കാരണം, ഇന്നത്തെ BJP സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വളരെ പ്രധാനമന്ത്രിക്കും അങ്ങനെയുള്ള അവരുടെ നേതാക്കന്മാർക്കും എതിരെയുള്ള അല്ലെങ്കിൽ ഇഷ്യൂസിനെതിരെ, പ്രത്യേകിച്ച് ഗൾഫ് വാർ വന്നേ പിന്നെ, ഇറാൻ അമേരിക്ക വാർ വന്നേ പിന്നെ അത് 10 മടങ്ങ് കൂടിയിട്ടുണ്ട് എന്നാണ് അവരൊക്കെ കൺഫേം ഇല്ലാത്ത. ഞാൻ പലരോടും ടേക്ക് ഡൗൺ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, അവരൊക്കെ മാറി നിൽക്കുകയാണ്, നമുക്ക് ഒഫീഷ്യലി തരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ടേക്ക് ഡൗൺ റിക്വസ്റ്റ് സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ പ്രൈം മിനിസ്റ്ററിൻ്റെ പേരിലുള്ളതാണ്, ഇത് നീക്കം ചെയ്യാനുള്ളതാണ് എങ്കിൽ അത് നമ്മളോട് പറയുന്ന വാസ്തവം, താങ്കൾ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ടബിലിറ്റിയുടെ ഒരു ഇഷ്യൂ അതിനകത്ത് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇന്ന് പ്രശാന്ത് ഭൂഷൺ പ്രസ് ക്ലബിൻ്റെ ഡൽഹി പ്രസ് ക്ലബിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് ഫ്രീ സ്പീച്ചിൻ്റെ ഒരു തടയലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതൽ ഇത് ജനാധിപത്യത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സംഗതിയല്ലേ ദാമോദർ? 100% ജനാധിപത്യത്തിന്റെ ഞാൻ ഇപ്പോ സാറിന് അറിയാവുന്ന ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു. അതായത് കുറച്ചാളും നമ്മൾ വാർത്ത കേട്ടിരുന്നു, അതായത് ഈ പ്രസാർ ഭാരതിയുടെ ചെയർമാൻ മാറുന്നു, പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഈ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ഒരാളെ മാറുന്നു, ഞങ്ങൾക്ക് വാർത്ത ഉണ്ടായിരുന്നു. ഈ വാർത്തകളൊക്കെ സത്യം ബ്രേക്ക് ചെയ്യപ്പെട്ട സോഷ്യൽ മീഡിയയിലാണ്. ഇത് മുഖ്യധാര മാധ്യമങ്ങൾ. അപ്പൊ അന്ന് പോലെ തന്നെ ഈ അസ്വസ്ഥത ഗവൺമെന്റ് അപ്പൊ തുടങ്ങിയതാണ് എന്റെ തോന്നുന്നത്. കാര്യം മുമ്പേ തന്നെ ഈ സ്വതന്ത്ര അഭിപ്രായ പ്രകടനങ്ങളോടൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇൻസൈഡ് വാർത്തകൾ പോലും, വളരെ ഇതിന്റെ അകത്തുള്ള ഇൻസൈഡ് വാർത്തകൾ പോലും പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പ്രവഹിക്കുന്നുള്ളത് ഗവൺമെന്റിന്റെ ഇവര് പ്രതീക്ഷിക്കുന്ന ഒരു സീക്രസി ഉണ്ട്. ആ സീക്രസിയെ ലംഘിക്കാൻ പാകത്തിനുള്ളതാണ്. അപ്പൊ അന്ന് മുതൽ ഇവർക്ക് അസ്വസ്ഥതകൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നീക്കം ചെയ്യാന്ന് പറയുന്നത്, നീക്കം ചെയ്യാൻ അത് ഗവൺമെന്റിനെ കുറിച്ച് ഇൻസൈഡ് വാർത്തകളും അതിന്റെ അകത്ത് ഇൻസൈഡേഴ്സ് കൊടുക്കുന്ന വാർത്തകൾ ഉൾപ്പെടെ ഗവൺമെന്റിന്റെ എല്ലാ വിമർശനങ്ങളെയും റദ്ദാക്കാനും അത് ചർച്ചയിൽ വരാതിരിക്കാനും, അതേ ചുരുക്കി പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം ആലോചിച്ചാൽ മതി, ഈ അമിത് മാളവിന്റെ തരത്തിൽ BJPയുടെ IT സെല്ലാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തരത്തിലുള്ള ആൾക്കാരെ എന്താ പറയുക പലതരത്തിലും മോശമാക്കുന്ന പോസ്റ്റും പലതരത്തിലുള്ള പോസ്റ്റും പ്രചരിപ്പിച്ചത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പകരം ഇവിടെ പൊതുജനങ്ങൾ അഭിപ്രായം പറയുന്നതിനെ കുറിച്ചും വ്യക്തികളും ജേർണലിസ്റ്റുകളും അതുപോലെ അങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ടേക്ക് ഡൗൺ പറഞ്ഞില്ല. 3 മണിക്കൂറുണ്ട്. കോർപ്പറേറ്റുകൾ അതിന് സറണ്ടർ ചെയ്യും. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം, പക്ഷേ അവർ സറണ്ടർ ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വേറെ നിവൃത്തിയില്ല. അവർക്ക് അവരുടെ നിയമപരമായിട്ട് അവരാണെങ്കിൽ അവർ ഇന്ത്യയിൽ അവർ വ്യാപിച്ചാൽ അവർ വലിയൊരു മാർക്കറ്റാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കില്ല. പക്ഷേ ഇതിന്റെ ബേസിക്കായ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ, പ്രത്യേകിച്ച് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ഈ സർക്കാരിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ, അവരുടെ നിലപാടില്ലായ്മയൊക്കെ തന്നെ വിപുലമായി ചർച്ച ചെയ്തിട്ടും അത് മാത്രമല്ല BJPക്ക് അനുകൂലമായി പറയുന്ന ഒരു വലിയ വിഭാഗം മെല്ലെ മെല്ലെ BJPയുടെ രാഷ്ട്രീയത്തിൽ അകലുന്നുണ്ട്. ചില മാധ്യമങ്ങൾ തന്നെ വ്യത്യസ്ത പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇതിലൊക്കെ അസ്വസ്ഥരാണ്. ഈ അസ്വസ്ഥതയ്ക്ക് പിന്നെ ഈ ഒരു ഏകാധിപത്യ രീതി എന്ന് പറയുന്ന അസ്വസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ആ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷനെ ഇല്ലാതാക്കണം. ഇത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കൽ തന്നെയാണ്. ജനാധിപത്യത്തെ വലിയ രീതിയിൽ ബാധിക്കും. ഒരു തരത്തിലും അക്കൗണ്ടബിൾ അല്ല. ഇത് തന്നെയാണ് നമ്മുടെ മിക്കവാറും ഏകാധിപത്യ പ്രവർത്തനത്തിൽ ലോകത്തുള്ള എല്ലാ സർക്കാരുകളുടെയും രീതിയാണത്. ഒരു തരത്തിലും അക്കൗണ്ടബിലിറ്റി അല്ല. അതായത് ഈ പാർട്ടിസിപ്പേഷൻ, ഡെമോക്രസിയിലെ പാർട്ടിസിപ്പേഷൻ, ഇവർ പ്രതീക്ഷിക്കുന്ന ഡെമോക്രസിയിലെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഈ 5 വർഷം കൂടും തെരഞ്ഞെടുപ്പ് പോയി വോട്ട് ചെയ്യുക.
ഈ വോട്ട് ചെയ്യുക, അതും വോട്ട് ബാങ്ക് അടിസ്ഥാനത്തിൽ കാണുകയും ചെയ്യുന്ന ആൾക്കാർ സ്വന്തം വോട്ടൊന്നും അവർക്ക് പ്രശ്നമില്ല. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ ആൾക്കാർ, വ്യക്തികൾ പോയി, പൗരന്മാർ പോയി വോട്ട് ചെയ്യുന്നത് മാത്രമല്ല, എവരിഡേ റഫറൻഡമാണ് ഡെമോക്രസി. എവരിഡേ റഫറൻഡം. എല്ലാ ഗവൺമെന്റുകളും എവരിഡേ റഫറൻഡത്തിന് വിധേയമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എവരിഡേ റഫറൻഡമാണ്. ആ ഗവൺമെന്റ് അല്ല, ഇതിന് വേറൊരു ആംഗിളും ഉണ്ട്. അതായത് ഇത് കേന്ദ്ര സർക്കാർ നമ്മളോട് പറയുകയാണ്, കൺവെൻഷണൽ മീഡിയയെ അവർ വരുതിയിൽ നിർത്തിക്കഴിഞ്ഞു. അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള താങ്കൾ പറഞ്ഞ പോലെയുള്ള ന്യൂസുകളൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് അവരെ കൊണ്ടെത്തി കഴിഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ കേട്ട് NDTV തകരാനുള്ള അല്ലെങ്കിൽ അവരെ കൈവിടാനുള്ള ഒരു കാരണം, പിണറായിയുടെയും രാധിക റോയുടെയും ഒരു കാരണം, അന്ന് സർക്കാരിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ അഡ്വർടൈസർ, ഓൾ ഇന്ത്യ അഡ്വർടൈസർ പതഞ്ജലി സ്വാമിയായിരുന്നു. ഈ 2 അഡ്വർടൈസ്മെന്റും ഇല്ലെങ്കിൽ ഏകദേശം 40% വരുന്ന അഡ്വർടൈസ്മെന്റ് പൈ അവരിൽ നിന്നും അകറ്റി മാറ്റി. അങ്ങനെ കൺട്രോൾ നടത്തുന്നു. ഇപ്പൊ ഹിന്ദുവിന്റെ കാര്യത്തിൽ അതാണെങ്കിലും ഞാൻ കേൾക്കുന്നത് DYP സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് അഡ്വർടൈസ്മെന്റ് ഒന്നും ഹിന്ദുവിന് പോകാറില്ല എന്ന് കേൾക്കുന്നുണ്ട്. ഇന്ന് ഇങ്ങനെ പല രീതിയിലും ഇത് ഞങ്ങൾ ഡൽഹിയിലും വർഷങ്ങളായി 10 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് ഗവൺമെന്റും ചെയ്തിരുന്നു കുറേയൊക്കെ. അതായത് അവർ കൺട്രോൾ ചെയ്യുന്നത് മൊത്തം ഓണേഴ്സ് വഴിയാണ്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിലെ ഓണർ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഓണർ, അവർക്ക് പല ബിസിനസ് ഇൻട്രസ്റ്റുകളുണ്ട്. ആ ഇൻട്രസ്റ്റുകളെ ബാധിക്കുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ നീക്കങ്ങൾ നടത്തുമ്പോൾ അവർ തീർച്ചയായിട്ടും they will fall in line. അതാണ് അങ്ങനെയാണ് മീഡിയ അല്ലെങ്കിൽ കൺവെൻഷണൽ മീഡിയ അവർ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ടെലിവിഷൻ. ഞങ്ങൾക്ക് അന്തിച്ചു പോയിട്ടുണ്ട്. അരുൺ ജെയ്റ്റ്ലി ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹമാണ് വൈകുന്നേരത്തെ ഈവനിങ്ങിൽ എന്ത് നിങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ള വിഷയം പോലും തീരുമാനിക്കുന്ന രീതിയിലാണ്. ആ വിഷയം 2-3 വിഷയം അദ്ദേഹം പറഞ്ഞ് ആങ്കേഴ്സിന് കൊടുക്കുകയാണ്, നാഷണൽ TV എന്ന് പറയുന്ന ആൾക്കാർ. അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അവർ ഒരിക്കലും വിചാരിച്ചാൽ സോഷ്യൽ മീഡിയ ഇതുപോലെ ഡെവലപ്പ് ചെയ്ത് അവർക്കൊരു തലവേദനയാകുന്നത്. എനിക്ക് ഇത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ കണ്ടാണ് ബോഫോഴ്സ് സമയത്ത് നമ്മളൊക്കെ വിശ്വസിച്ചു രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി താഴെ പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്സ് ഒക്കെ പോവുകയാണ്. ഏറ്റവും കൂടുതൽ നെഹ്റുവിനേക്കാളും കൂടുതൽ MP-മാരെ കോൺഗ്രസിന് മേടിച്ച് പാർലമെൻറ്റിൽ വന്ന ഒരാൾ വോട്ട് ഔട്ട് ചെയ്യുന്ന സംഗതിയിലേക്ക് പോയി. അതിന് കാരണം ബോഫോഴ്സ് ആയിരുന്നു. അന്ന് സർക്കാർ നമ്മൾ വളരെ കൊട്ടിഘോഷിക്കുന്ന ശ്രീ TN ശേഷനാണ് അന്ന് ക്യാബിനറ്റ് സെക്രട്ടറി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശേഷൻ മാത്രമാണ് ഡൽഹിയിലെ ജേർണലിസ്റ്റുകളെ വിളിച്ചിട്ട്, ബോഫോഴ്സിൻ്റെ ടോപ്പ് ജേർണലിസ്റ്റുകളെ വിളിച്ചിട്ട് ഈവനിങ്ങിൽ, മിക്കവാറും ദിവസം ഈവനിങ്ങിൽ മദ്യമൊഴുകുന്ന ബ്രീഫിംഗ്, ഇൻഫോർമൽ ബ്രീഫിംഗ് പാർട്ടികളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം പിന്നെ വന്നത്. അത് വേറൊരു കഥ. പക്ഷേ ഞാൻ പറയുന്നത് ആ സമയത്താണ് ഒരു സംഗതി ആകാശവാണിയിൽ പാറ്റ്നയിൽ കേട്ടത്. ഒരു ചിൽഡ്രൻസ് പ്രോഗ്രാമിൽ എന്തോ ഒന്ന് പറഞ്ഞപ്പോൾ, ഒരു സ്ലോഗൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കൊച്ചുകുട്ടി ഗലി ഗലിയുമേ ഷോറെ രാജീവ് ഗാന്ധി ചോറെ എന്ന് വിളിച്ചു പറഞ്ഞു. അത് ലൈവ് ആയിരുന്നുകൊണ്ട് അവർക്ക് കട്ട് ചെയ്യാനേ പറ്റിയില്ല. അതൊരു നാഷണൽ ന്യൂസായി. അപ്പം അന്ന് അത് ചെയ്ത അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അതായത് ഞാൻ ടോക്കിംഗ് അബൌട്ട് 1988. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. അതേ സംഗതി സോഷ്യൽ മീഡിയയിൽ എത്രയോ മെമ്മകളാണ്, ചെറിയ സ്പോട്ടുകൾ. എനിക്കൊന്ന് ബീഹാറിലെ ആരോ ഒരു പട്ടിയും കുരങ്ങൻ മീഡിയ ടെലിവിഷൻകാരനെ കുരങ്ങനായിട്ടും പട്ടിയെ സാധാരണ മനുഷ്യനായിട്ടും ഒരു കഥാപാത്രമാക്കി ചോദ്യോത്തരം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയയിലെ ഹിലേറിയസ്. ഇത് മാത്രമല്ല, താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞുകൂടാ, സുബ്രഹ്മണ്യം സ്വാമിയും മധു കിഷോറും ഈ 2 പേരും മോദിജിയുടെ വളരെ പ്രിയപ്പെട്ട ആൾക്കാരായിരുന്നു. അവർ 2 പേരും മോദിജിക്കെതിരെ സീരിയസ് ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വളരെ തികച്ചും വ്യക്തിപരമായ അലിഗേഷനുമായിട്ട് കഴിഞ്ഞ 1 മാസമായിട്ട് വന്നിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു ന്യൂസ് പോലും ഇതുവരെ മെയിൻ ലൈൻ മീഡിയയിൽ വന്നിട്ടില്ല. ആരും കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ വളരെ വ്യക്തിപരമായ ആരോപണം.
കാര്യമാണ്. ഞാനിത് നമ്മൾ പറഞ്ഞത് വഷളാക്കണ്ട, പക്ഷേ വ്യക്തിപരമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ എന്താ നടക്കുന്നത്. അപ്പം ഇത് കാണിക്കുന്നത്, അതായത് സോഷ്യൽ മീഡിയ ഇന്നത്തെ ഭരണാധികാരികൾക്ക്, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ, ഒരു തലവേദനയായിട്ട് മാറിയിരിക്കുന്നു. അതിന് കാരണം നമ്മൾ ടുണീഷ്യയിലൊക്കെ കണ്ടു മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞാൽ, ഇവിടെ വിപ്ലവമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ അവർക്ക് ഭരിക്കുന്നവർക്ക് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഹീറ്റ് ശരിക്കും ഫീൽ ചെയ്യുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഈ ടേക്ക് ഡൗൺ ഓർഡറിൻ്റെ കാരണം. നമുക്ക് മീഡിയ എന്ന നിലയിൽ പ്രസ് ക്ലബിനും അങ്ങനെയുള്ള മീഡിയ ആക്ടിവിസ്റ്റുകൾക്ക് പ്രശാന്ത് ഭൂഷണെ പ്രതിഷേധിക്കാം, പക്ഷേ ശരിക്കുമുള്ള മെസ്സേജ് നമ്മുടെ രാഷ്ട്രീയ രംഗത്തേക്കാണ്. അതായത് ഇന്നത്തെ ഭരിക്കുന്ന സർക്കാരിന് ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയയിലെ ഒരു വലിയൊരു ബബിൾ അവർക്കെതിരെ ഉണ്ടായിരിക്കുന്നു. അതെങ്ങനെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു യാഥാർത്ഥ്യം ആർക്കെങ്കിലും നിരാകരിക്കാൻ പറ്റുമോ? അതാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ 2 സംഭവം ഉണ്ടായി, നമുക്ക് നോക്കാം. കേരള ഇലക്ഷനെ ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യത്തിലേക്ക് നമ്മുടെ BJPയുടെ സീറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായി. അതിനോട് ജനങ്ങൾ പ്രതികരിക്കും. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് അകത്ത് ഉണ്ടായ ഒരു എറർ, അതിപ്പോ ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് അകത്ത് എറർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ആ ബോഡിയുടെ കാര്യം വിമർശിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, ടേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞില്ല. മനോരമ ന്യൂസിൽ പ്രതിപക്ഷ VD സതീശൻ നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഹിതകരമല്ലാത്ത പേരിൽ പോലീസിനോട് ആവശ്യപ്പെടുകയും പോലീസ് അത് ഉടനെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഒരു ഡിസ്ക്രിപ്ഷൻ അപ്ലൈ ചെയ്യാതെ അത് പിൻവലിച്ചു. അത് പക്ഷേ അവസാനം റീഇൻസ്റ്റേറ്റിന് വന്നു. ഇലക്ഷൻ കമ്മീഷൻ തിരുത്തേണ്ടി വന്നു. ഇലക്ഷൻ കമ്മീഷൻ പറയും ഞങ്ങൾ പോലീസിനോട് അങ്ങനെ അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടില്ല, കമന്റ്സ് ഡിലീറ്റ് ചെയ്യണമെന്ന് മാത്രം ആവശ്യപ്പെട്ടെന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് വന്ന് നമ്മോട് പറഞ്ഞത്, കേരളത്തിന്റെ ഇലക്ഷൻ ചുമതലയുള്ള IAS ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പക്ഷെ എന്തിനാണ് നമ്മുടെ ഒരു അനുഭവം എന്താണ്? വിമർശനം ഉണ്ടായിക്കാൻ നീക്കപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഈ ലെഗസി മീഡിയകളെയും മറ്റുമൊക്കെ പല രീതിയിൽ വീഡിയോ കാണിച്ച് പല ഇൻസ്ട്രുമെന്റ്സുകളുണ്ട്, പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയ സാധാരണക്കാരന്റെ അഭിപ്രായം, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരന്റെ അഭിപ്രായം വലിയ ചർച്ചാ വിഷയമാവുന്നതും കൊണ്ട് വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ നമ്മുടെ ഏകാധിപത്യ പ്രവണതയുള്ള ഭരണാധികാരികൾ ലോകത്ത് എവിടെയാണെങ്കിലും അവർ നിലനിൽക്കുന്ന ഈ ഭയം കൊണ്ടാണ്. സമൂഹത്തിൽ ഭയം വിതറിക്കൊണ്ടാണ്, പേടിപ്പിച്ചുകൊണ്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യും, അവർക്ക് നടപടിയെടുക്കും. അവരുടെ ജീവിതത്തിലെ ഒരു നിരന്തരമായിട്ട് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട്, ഭയം സൃഷ്ടിച്ചുകൊണ്ടാണ് അവർക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. പക്ഷെ ആ ഭയന്ന് മാറിക്കൊണ്ടിരിക്കുന്ന തെളിവുകളാണ് മധു കിഷോറിന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും പ്രസ്താവനകൾ. വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ അവര് ഡൽഹിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോ ആ ഒരു ഭയചകിതമായ കാലാവസ്ഥ മാറുകയും വ്യാപകമായി സമൂഹ മാധ്യമത്തിൽ എത്ര അഭിപ്രായം ഉണ്ടാകുന്ന കഴിയുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ ഈ സോഷ്യൽ മീഡിയയുടെ പിൻവലിക്കാൻ പറയാണ്. അശ്ലീലമായിട്ടുള്ള മാധ്യമ പോസ്റ്റുകൾ, സ്ത്രീകളെയും കുട്ടികളെയും വികൃതമാക്കുന്ന മാധ്യമ പോസ്റ്റുകൾ, ഇതൊക്കെ പിൻവലിച്ചോട്ടെ. ഇത് പിൻവലിക്കാൻ സ്വയം ആ അൽഗോരിതത്തിന് സാധിക്കണം. അത് സാധിച്ചിട്ട് കമ്പനിക്ക് ആ കോർപ്പറേറ്റ്. പക്ഷേ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വസ്തുത എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം. വസ്തുത എന്ന് പറയുന്നത് നമുക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് പരിഗണിക്കണം. അത് സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. അതിന് പോയിട്ട് അത് എന്താ പറയാ, അനധികൃതമാവരുത്, ആൾക്കാരെ വ്യക്തികളെ അവഹേളിക്കുന്നതായിരുന്നു. പക്ഷെ ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, അതാണ് ഒപ്പീനിയൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രീ ആണ്, ആക്സസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഒപ്പീനിയൻസ് എയർ ചെയ്യാനുള്ള അഭിപ്രായം ആൾക്കാർക്ക് ഫ്രീ ആയി കൊടുക്കണം. കാര്യം എന്നാലും പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യം വികസിച്ച് വന്നിട്ടുണ്ട്, ലോകത്ത് എവിടെയും ജനാധിപത്യം വികസിച്ച് വന്നിട്ടുണ്ട് ഒപ്പീനിയൻസ് എയർ ചെയ്യാൻ പറ്റിയ മാത്രം കൊണ്ടാണ്. നാളെ മറ്റു ഗവൺമെന്റ് വന്ന് ഇപ്പൊ ഇരിക്കുന്ന ഈ ഗവൺമെന്റ് എല്ലാ കാലത്തും ഈ അധികാരത്തിൽ ഇരിക്കുന്ന തെറ്റിദ്ധാരണ പുറത്താണല്ലോ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. നാളെ മറ്റൊരു ഗവൺമെന്റ് വന്ന് ഇനി മുതൽ ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് പ്രധാന രാഷ്ട്രീയ പാർട്ടി അഭിപ്രായങ്ങൾ ഇനി മുതൽ ഒരു സ്ഥലത്തും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? പിന്നെ അവരെ എന്തെങ്കിലും ശ്രദ്ധയിലേക്ക് മാറും. അപ്പോ ഇത് ജനാധിപത്യം നിലനിൽക്കാൻ പ്രതിപക്ഷ ശബ്ദങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വിമത അഭിപ്രായങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് തിരുത്തൽ നടപടിയെടുക്കാനും അവർ ബാധ്യസ്ഥരാണ്. പകരം എനിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ, എനിക്ക് ഹിതകരമായ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, എന്ത് ചർച്ചയാണ് ഞാൻ തീരുമാനിക്കാൻ തുടങ്ങിയ ഏകാധിപത്യ പ്രവണതകൾ ആ വാസ്തവത്തിൽ നമ്മുടെ ജനാധിപത്യത്തെ ദുഷിപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ ദുഷിപ്പിച്ചാലും പക്ഷെ അതിന്റെ പ്രതിരോധം ശക്തമായി വരുന്നുണ്ട്. ആ പ്രതിരോധം വ്യക്തികൾ ഉയർത്തുന്നുണ്ട്. അങ്ങനെ ഭയം അപ്പാടെ പോയതോടുകൂടി, ഭയമില്ലാതോടുകൂടി
ഈ പറഞ്ഞ നമ്മുടെ നേതാക്കളെ, എന്താ പറയാ, അധികായന്മാരെ നേതാക്കളൊക്കെ സാധാരണ മനുഷ്യരായി മാറുകയാണ്. സാധാരണ മനുഷ്യരായി മാറുമ്പോൾ അവർക്ക് അസ്വസ്ഥരാണ്, അവർ അസ്വസ്ഥരാകും, അവർക്ക് പല സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാനുള്ള പല തരത്തിലുള്ള നടപടികളിലേക്ക് അവർ ആരംഭിക്കും. ഇത് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന കാര്യമാണ്. ഈ വീഡിയോ മോണിറ്ററിംഗ് എന്നൊക്കെ വിളിക്കുന്ന ആത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കുന്നത് പോലെ ആ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ നിശബ്ദമാക്കാൻ വേണ്ടിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളെയും വിമതാഭിപ്രായം നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ എനിക്കുള്ള ജനാധിപത്യ സമൂഹം പ്രതികരിക്കേണ്ടതാണ്. കാരണം അത് നമ്മുടെ അവകാശത്തിന്റെ പേരിലെ കടന്നുകയറ്റം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്. അതായത് ഡൽഹിയിലെ അല്ലെങ്കിൽ ദേശീയമായി ഇതിനെയൊക്കെ എതിർക്കുന്ന പാർട്ടി തന്നെ അവരുടെ മാനിഫെസ്റ്റോയിലെ ഇങ്ങനൊരു ക്ലോസ് വെച്ചു എന്നുള്ളത് എനിക്ക് വിരോധാഭാസം മാത്രമാണ്. അത് എത്ര കൊണ്ട് ജനങ്ങളും അല്ലെങ്കിൽ ഈ രംഗത്തുള്ളവരും ഉൾക്കൊള്ളും എന്ന് കണ്ടു തന്നെ അറിയണം. നന്ദി, നമസ്കാരം. നമ്മൾ വേറെ വിഷയമായി അടുത്ത രംഗത്ത് വരുന്നതാണ്.